Hi all, welcome to Actionate Learning Online Classes. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 33ാമത്തെ സെക്ഷൻ ബിയിലെ 33ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ക്ലാസ് 33ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട്. 33ാമത്തേലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 29 to 37 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ നോക്കാം. നെയിം ദ 4 സ്റ്റോക്സ് ഓഫ് കാർനോട്ട് സൈക്കിൾ ഇൻ സീക്വൻസ്. നമ്മൾ കാർനോട്ട് എൻജിൻ കാർനോട്ട് സൈക്കിൾ പഠിക്കുന്നില്ലേ? അപ്പോൾ അതിൽ 4 സീക്വൻസ് 4 സ്റ്റോക്ക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അറിയാലോ എന്താ കാർനോട്ട് എൻജിൻ? അത്രയും ചോദിച്ചിട്ട് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വരുന്ന ഏതാടാ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കൺവെർഷൻ ആൻഡ് അഡിയബാറ്റിക് കൺവെർഷൻ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലേ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഗ്രാഫിൽ. അപ്പം അതിനകത്ത് 4 സ്റ്റോക്സ് പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്, പറയാൻ പറഞ്ഞത് കാർനോട്ട് സീക്വൻസിൽ. അപ്പോൾ അതിനകത്ത് വരുന്നത് നെയിം ദ 4 സ്റ്റോക്സ് ഓഫ് കാർനോട്ട് സൈക്കിൾ ഈസ്. ഒന്ന് ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കൺവെർഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഈ 4 എണ്ണമാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞുതരാം. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഹീറ്റിൻ്റെ കേസാണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ ഗ്യാസ് എന്തായിരിക്കും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ. ഇതിൽ ഗ്യാസ് കംപ്രസ് ചെയ്യും, ഹീറ്റിൻ്റെ കേസ്. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞത് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പറയാനാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്ഷനിൽ. നമ്മളോട് ചോദിച്ചു യൂണിവേഴ്സൽ ഗേറ്റ് ഏതാന്ന്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻപുട്ടിന് നമ്മൾ എ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ വൈ ആണ്. 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും കിട്ടുക. 1 കൊടുക്കുമ്പോൾ 0 ആയിരിക്കും. സിമ്പിളാണ് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം ആണ് വരുന്നത്, നോക്കാം. പ്രോബ്ലം എ 2 കിലോഗ്രാം ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് ഓൺ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ സർഫസിൽ ഈ 2 കിലോഗ്രാം ബ്ലോക്ക് എന്താണ്? റെസ്റ്റിലാണ്. ഇതാണ് 2 കിലോഗ്രാം ബ്ലോക്ക്. And the coefficient of static friction between the surface is contact is എന്താണ്? 0.3. 0.3 കോണ്ടാക്റ്റ് ആണ് എന്തൊരു കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആ സർഫസിൻ്റെ ഉള്ളത്. ആൻഡ് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് കോണ്ടാക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനാണ് പറഞ്ഞത്. ഇതിൻ്റെ സർഫസും കോണ്ടാക്റ്റും തമ്മിലുള്ള, സർഫസിൻ്റെയും കോണ്ടാക്റ്റിനും തമ്മിലുള്ള ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? നമ്മൾ ആദ്യം പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രോബ്ലത്തിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അല്ലേ? മാസ് ഓഫ് ദ ബ്ലോക്ക് 2 കിലോഗ്രാം തന്നു. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞത് കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക മ്യൂ എന്നാണ്. മ്യൂ ഈസ് ഈക്വൽ ടു 0.3 ആണ്. പിന്നെ അവിടെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 m/s. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ F is equal to mu into N ആണ്. മ്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? 0.3 തന്നിട്ടുണ്ട്. N നമുക്ക് കാണണം. N നമുക്ക് കണ്ടുകൂടെ? N എന്ന് പറഞ്ഞാൽ എന്താടാ? N എന്ന് പറഞ്ഞാൽ mg ആണ്. M തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, കണ്ടുകൂടെ? mg 2 into 10 20 കിട്ടി. അപ്പോൾ 20 ആണ്. 20 N കിട്ടി നമുക്ക്. എന്ത്? N.
അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുകൂടെ. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞാൽ 0.3 ആണ്, എൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ ഇക്വേഷൻ എന്താ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, 0.3 × 20 എന്ത് കിട്ടും, 6 ന്യൂട്ടൺ. ഇതാണ് ആൻസർ കേട്ടോ. സോ ദ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, ഈ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ × n ആണ്. അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ആൻസർ എന്തായി കിട്ടി, 6 ന്യൂട്ടൺ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മളോട് പറഞ്ഞത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 36ാമത്തെ കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് എ ഫ്രീക്വൻസി ന്യൂ. എന്താണ്, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി ന്യൂ. എന്ത് കാണാൻ, ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കാണാനാണ് നമ്മളോട് പറഞ്ഞത്. പഠിച്ചതല്ലേ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിലും ആ ഒരു പോർഷൻസിലും നമ്മൾ പഠിക്കുന്നതാണ്. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺസ് കാണാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമുക്കറിയാം മൊമെൻറ്റം ഓഫ് ഫോട്ടോൺസ് നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യും. പി ഈസ് ഈക്വൽ ടു h/λ. പഠിച്ചതാണ്. പി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം എന്താണ്, h/λ. എച്ച് ഈസ് എന്താ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ലാംഡ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺസ്. വാല്യൂസ് നോക്കിക്കുക, 6.626 × 10⁻24 J/s. ഇനി നമ്മളോട് അത് കണക്ട് ചെയ്യുന്ന റിലേഷൻ പഠിക്കണം. അതായത് പി ഈസ് ഈക്വൽ ടു എന്താണ്, h/λ ആണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്ത്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺസ്. നമ്മൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് ന്യൂ ലാംഡ എന്ന് പറയാം, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ ഇതിന്ന് എന്ത് കാണാം, ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ, c/μ ആയിരിക്കും അല്ലേ. സോ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ m/s ആണ്. സോ നമുക്ക് എന്താണ്, പി ഈസ് ഈക്വൽ ടു h/λ. എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് വാല്യൂ അറിയാം. ലാംഡ നമുക്ക് കാണാം. ലാംഡ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കണ്ടെത്തി സി ന്യൂ ലാംഡ ആകുമ്പോൾ ലാംഡ എന്തായിരിക്കും, c/λ ആയിരിക്കും. അത് ഇനി നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, പി ഈസ് ഈക്വൽ ടു ഫോട്ടോൺ h/c/λ എന്ന് കിട്ടി. c/μ എന്ന് കിട്ടി. ഓക്കെ, c/μ. ഇനി ന്യൂവിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു. പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, hν/c. ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പി ഈസ് ഈക്വൽ ടു hν/c. അപ്പോൾ ഇതാണ് എൻ്റെ മൊമെൻറ്റം ഓഫ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി. എടാ നമ്മളോട് ചോദിച്ചത് മൊമെൻറ്റത്തിൻ്റെ നോർമൽ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എന്താണ്, h/λ ആണ്. ഇതിൽ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺസ് പറയുന്നുണ്ടോ, ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് പി ഈസ് ഈക്വൽ ടു hν/c. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഇത് എന്ത് 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് സ്റ്റെബിലൈസ്ഡ് പവർ സപ്ലൈ showing a step down transformer, a full wave rectifier, a capacitor, filter and Zener diode. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് അതൊന്ന് നിങ്ങൾ നോക്കുക, സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഫുൾ വേവ് റെക്ടിഫയറും കപ്പാസിറ്റർ ഫിൽറ്ററും സെനർ ഡയോഡും എന്താണെന്ന് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കുക കേട്ടോ. അതിൻ്റെ ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതെന്തിനാണ്, ഹൈ AC മെയിൻ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ എന്ത് ചെയ്യും, അത് AC വോൾട്ടേജിനെ ട്രാൻസ്ഫോമറിലേക്ക് DC ആയിട്ട് ACനെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ യൂസ് ചെയ്യും. കപ്പാസിറ്റർ ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എ ലാർജ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഒരു പൾസേറ്റിംഗ് DC എന്തായിട്ട് മാറാം, അതായത് നമ്മൾ ഈ DC വോൾട്ടേജ് മൂവ് ചെയ്യുമ്പോൾ ഒരു പൾസേറ്റിംഗ് DC ഉണ്ടാവും. ആ പൾസേറ്റിംഗ് DCനെ സ്റ്റഡി DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് റിപ്പിൾ ഫാക്ടറൊക്കെ പഠിച്ചത്, റിപ്പിൾസ് ഫോം ചെയ്യാന്ന് പറയും. അപ്പം അതിന് നമ്മൾ അങ്ങനെ മാറ്റാണ്ടിരിക്കും. അതായത് ഈ
പൾസേറ്റിംഗ് ഡി സിനെ സ്റ്റഡി ഡി സി ആക്കാൻ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ യൂസ് ചെയ്യും. അതുപോലെ സെനർ ഡയോഡ് റെഗുലേറ്റർ എന്തിനാണ് നമ്മൾ പറഞ്ഞു, എന്തിനാണ് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് നോക്കാം കേട്ടോ 37ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, രാമൻ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രം എന്താണ്, ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, എക്സ്പ്ലെയിൻ ദ സ്റ്റോക്സ് ലൈൻ ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ഓഫ് ദ സ്പെക്ട്രം. രാമൻ സ്പെക്ട്രം എന്താണെന്ന് പറയുക, അതെന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് തന്നെ പറയേണ്ടതാണ് എന്ത്, സ്റ്റോക്സ് തിയറും ആൻറ്റി സ്റ്റോക്സ് തിയറും. അപ്പോൾ ഇത്രയും വന്നല്ലോ, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് വരും? അപ്പം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 37 വരെ, അതായത് 29 തൊട്ട് 37 വരെ 2 മാർക്കായിരുന്നു. 38 തൊട്ടിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഉള്ളത്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് രാമൻ സ്പെക്ട്രം എന്നാണ്. രാമൻ സ്പെക്ട്രം നോക്കുക. ദ രാമൻ സ്പെക്ട്രം ഈസ് എ പ്ലോട്ട് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്. സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, രാമൻ സ്പെക്ട്രം യൂസ് ചെയ്യും. ആൻഡ് ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ആൻഡ് സ്കാറ്ററിങ് ലൈറ്റ്. എന്താണ് ഫ്രീക്വൻസി, എന്താ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെയും ഫ്രീക്വൻസി എന്ത് ചെയ്യുക, ഫ്രീക്വൻസി ഡിഫറൻസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡ് എ മോളിക്കുലർ ഫിംഗർ പ്രിൻറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ വൈബ്രേഷൻ. അതായത് രാമൻ സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതായത് രാമൻ സ്പെക്ട്രത്തിൽ നമുക്ക് റൊട്ടേഷണൽ വൈബ്രേഷണൽ സ്പെക്ട്രം ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ സ്റ്റഡിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാമൻ സ്പെക്ട്രം യൂസ് ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ, സ്റ്റഡി ഓഫ് വൈബ്രേഷണൽ, റൊട്ടേഷണൽ ആൻഡ് അതർ ലോ ഓഫ് മോഡ്സ് ഓഫ് ഇന്നർ സിസ്റ്റം. ഓക്കെ, ഇനി എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. രാമൻ സ്പെക്ട്രം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ രാമൻ എഫക്റ്റ്. രാമൻ എഫക്റ്റ് കാരണമാണ് രാമൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ ഇൻലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ഫോട്ടോൺസ് ബൈ മോളിക്യൂൾസ്. അതായത് ഇൻഇലാസ്റ്റിക് ഫോട്ടോൺസ് സ്കാറ്റർ ചെയ്യും മോളിക്യൂൾസ്, അത് പറയും. ആൻഡ് വിച്ച് മോണോക്രോമാറ്റിക് ലൈറ്റ് മീൻസ് എക്സാമ്പിൾ മോസ്റ്റ് ഫോട്ടോൺസ് ആർ സ്കാറ്റേർഡ് ഇലാസ്റ്റിക്കലി. അതായത് രാമൻ സ്പെക്ട്രം ഈ രീതിയിലാണ് മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കുക എങ്ങനെയാണ്, എന്താണ് രാമൻ സ്പെക്ട്രം, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്ക് തിയറം, തിയറം അല്ല ലൈൻസ്, സ്റ്റോക്സ് തിയറം നോക്കുക, സ്റ്റോക്ക് ലൈൻസ് നോക്കുക. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോൾ സിമ്പിൾ ആയിരിക്കും കേട്ടോ. സ്റ്റോക്സ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ലൈൻസ് അപ്പിയേഴ്സ് എ ഫ്രീക്വൻസി ലോവർ ദാൻ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഫ്രീക്വൻസി. അതായത് ഇൻസിഡൻറ്റ് ലൈറ്റ് ഫ്രീക്വൻസി എന്തായിരിക്കും, അപ്പിയർ ചെയ്യുന്ന ഫ്രീക്വൻസിനേക്കാളും ലോ ആയിരിക്കും. ഇവിടെ ലോ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. അതാണ് ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് കേട്ടോ. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ excites a molecules from a lower vibrational energy level to higher virtual state, and the molecule return to a higher vibrational level that is scattered. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറഞ്ഞത് അല്ലേ. മോളിക്യൂൾസ് എക്സൈറ്റഡ് വിഷ്വൽ സ്റ്റേറ്റിലേക്കാണ്. ഇവിടെ ഹയർ വൈബ്രേഷണൽ ലെവലിലോട്ടായിരിക്കും, ഇവിടെ ലോവർ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഇതിവിടെ ഹയർ വൈബ്രേഷണൽ ലെവൽ, ഇവിടെ ലോവർ ഗ്രൗണ്ട് വൈബ്രേഷണൽ ലെവൽ. കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി ഇൻ ദിസ് പ്രോസസ് ദ ഫോട്ടോൺ ലോസസ് എനർജി. ഇവിടെ ഫോട്ടോൺ എനർജി ലോസ് ചെയ്യുവാണെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് ലൈൻസിൽ എന്തായിരിക്കും, ഗെയിൻ ചെയ്യായിരിക്കും ഫ്രം ദ മോളിക്യൂൾ. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് probable event because at the room temperature most molecules are the ground vibrational state. പറഞ്ഞു. ഓക്കെ, അപ്പം സ്റ്റോക്സ് ലൈൻസും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും കമ്പയർ ചെയ്ത് പഠിക്കട്ടോ, അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം. അപ്പോൾ 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, 2 particles of different masses have equal kinetic energy and find the ratio of linear momenta and velocities ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, 2 പാർട്ടിക്കിളാണ്. 2 പാർട്ടിക്കിളിന് മാസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി എന്താണ്, അവിടെ സെയിം ആണ് അല്ലേ. കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് നമുക്ക് കൈനറ്റിക് എനർജീനെ KE1 എന്നും അതുപോലെ KE2 ഈസ് ഈക്വൽ ടു K എന്നും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മാസ് അവിടെ ഡിഫറെൻ്റ് ആണ്, അവിടെ നമ്മൾ M1 M2 എന്ന് എടുത്തു. കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട്
കൈനറ്റിക് എനർജി നമ്മൾ കെ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് റേഷ്യോ ഓഫ് ലീനിയർ മൊമെൻറ്റം കാണണം. ലീനിയർ മൊമെൻറ്റം കാണണം, വെലോസിറ്റിയും കാണണം. അപ്പോൾ റേഷ്യോ ഓഫ് ലീനിയർ മൊമെൻറ്റം പി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം കേട്ടോ. അതായത് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷനാണ് കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പി സ്ക്വയർ ബൈ 2m. അപ്പോൾ പാർട്ടിക്കിൾ 1നും കൈനറ്റിക് എനർജി ഉണ്ടാവും, പാർട്ടിക്കിൾ 2നും കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ, സെയിം ആണ്. പക്ഷേ അതിൻ്റെ കൈനറ്റിക് എനർജി വരുന്ന കെ ഈസ് ഈക്വൽ ടു P1 സ്ക്വയർ ബൈ പാർട്ടിക്കിൾ 1ൻ്റെ P1 സ്ക്വയർ ബൈ 2m1 എന്നും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൊമെൻറ്റം കാണാമല്ലോ, P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m1k എന്ന് കൊടുക്കാം. അപ്പോൾ അതുപോലെ പാർട്ടിക്കിൾ 2ൻ്റെ കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു P2 സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ 2m2 ഇസ് ഈക്വൽ ടു P2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m2k എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് P1 സ്ക്വയറും P2 സ്ക്വയറും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ കണ്ടൂടെ. അത് നമുക്ക് P1 സ്ക്വയർ P2 സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പോൾ P1 P2 ആണ് കിട്ടണമെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുക. അപ്പോൾ P1 ബൈ P2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് കൊടുക്കുക, സ്ക്വയർ ഉള്ളതുകൊണ്ട് റൂട്ട് ഓഫ് 2m1k ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m2k എന്ന് കിട്ടി. അപ്പോൾ കോമൺ ആയിട്ട് 2 പോവും, k പോവും. ഫൈനലി ലാസ്റ്റ് എന്തുണ്ടാവും? P1 ബൈ P2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m1 ബൈ m2 എന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. m1 ബൈ m2 എന്നുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് കാണണം. മൊമെൻറ്റം കണ്ട പോലെ തന്നെ റേഷ്യോ ഓഫ് എന്ത് കാണണം? വെലോസിറ്റിയും കാണണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന റേഷ്യോ ഓഫ് മൊമെൻറ്റം എന്താണ്? P1 റേസ് ടു P2 ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയേക്കുന്നത്? റൂട്ട് ഓഫ് m1 റേസ് ടു റൂട്ട് ഓഫ് m2 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ റേഷ്യോ ഓഫ് ദെയർ വെലോസിറ്റിയാണ് കാണുന്നത്. വെലോസിറ്റി കാണുമ്പം നമ്മൾ കൈനറ്റിക് എനർജി ഹാഫ് കെ എം വി സ്ക്വയർ എടുത്തു. അപ്പം എന്തായിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ. അപ്പം അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കാണാം അല്ലേ. കാരണം ഫസ്റ്റിൽ ഈക്വേഷൻ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? കൈനറ്റിക് എനർജി മൊമെൻറ്റം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായതുകൊണ്ട് ഇത് യൂസ് ചെയ്തു. സെക്കൻഡിൽ കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഇതായതുകൊണ്ട് ഇത് യൂസ് ചെയ്തു. ഫസ്റ്റിൽ നമ്മൾ കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണെങ്കിൽ ഇവിടെ കെ ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കാണാം? ഇങ്ങോട്ട് ഇപ്പോൾ 2k ഡിവൈഡഡ് ബൈ m1 എന്നും അതുപോലെ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k ബൈ m2 എന്ന് കാണാം. അപ്പോൾ ഇതിന്ന് v1 ബൈ v2 നമുക്ക് എന്തെടുക്കാം? റൂട്ട് എടുക്കാം. അപ്പോൾ v1 ബൈ v2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2k ബൈ m1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2k ബൈ m2. അപ്പോൾ എന്ത് 2k പോയി. ലാസ്റ്റ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എന്താണ് കിട്ടുക? റൂട്ട് ഓഫ് m2 ബൈ m1. അപ്പോൾ നമ്മളുടെ എന്തായിരിക്കും? റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എന്തായിരിക്കും? m2 റൂട്ട് ഓഫ് m2 റേസ് ടു റൂട്ട് ഓഫ് m1. എന്നാൽ റേഷ്യോ ഓഫ് മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? P1 റേസ് ടു P2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m1 റേസ് ടു m2. ഓപ്പോസിറ്റ് മാറാം കേട്ടോ, നോക്കുക. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത് ഇക്വേഷൻ അറിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്തായിരുന്നു? ഇത് കണ്ടു, റേഷ്യോ ഓഫ് വെലോസിറ്റീസും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അതായത് നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? 2 particles of different velocities masses but equal kinetic energy and find the ratio of their linear momentum and velocity ആയിരുന്നു. ഈ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് എ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ടേമും അതുപോലെ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത് തന്നിട്ട് നമ്മളോട് വർക്ക് ഡൺ അണ്ടർ ദ ഫോഴ്സ് കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വർക്ക് ഡൺ അണ്ടർ ദ ഫോഴ്സ് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് കാണുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി. ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 4j ക്യാപ് മീറ്റർ ആണ്. അതുപോലെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫക്ടർ ഇസ് ഈക്വൽ ടു 5i ക്യാപ് പ്ലസ് 3j ക്യാപ് എന്ന്. അപ്പം നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? W ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതായത് എഫ് നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ W ഇസ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു ഇതിനകത്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? 5 ഇൻറ്റു 3യും ഇവിടെ 3 ഇൻറ്റു 4 വരും, ഇവിടെ പ്ലസ്സും. അപ്പം 15 + 12 അതായത് 27 ജൂൾ നമുക്ക് കിട്ടും.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ദ വർക്ക് ഡൺ അണ്ടർ ദ ഫോഴ്സ് ഈസ് 27 ജൂൾസ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ അല്ലേ, ഇക്വേഷൻ അറിയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുക്കാൻ പറ്റുന്ന ഇക്വേഷൻസും ആൻസേഴ്സും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കുക, 2-3 പ്രാവശ്യം വായിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ എന്തുണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം 39 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1.5 വെച്ചിട്ട് തരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്ത് കണ്ടു, ലീനിയർ മൊമെൻറ്റും വെലോസിറ്റീസും അതിൻ്റെ റേഷ്യോ കണ്ടു. സെക്കൻഡിൽ നമുക്ക് വെക്റ്റർ, അതായത് വെക്റ്റർ ഡി തന്നിട്ടുണ്ട്, വെക്റ്റർ എഫും തന്നിട്ടുണ്ട്. വർക്ക് ഡൺ അണ്ടർ ദ ഫോഴ്സ്, അതായത് W is equal to F dot D എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പം 33 തൊട്ടിട്ട് 39 വരെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സെക്ഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.